ഞാൻ സിന്ധു സതീശൻ. മുസ്ലിങ്ങൾ തെരുവിലിറങ്ങും, ഇന്ത്യ മറ്റൊരു വിഭജനം കാണും. ഈ ഭീഷണി ഇത്ര വ്യക്തമായിട്ട് മുഴക്കിയിരിക്കുന്നത് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൗലാന സാജിദ് റാഷിദാണ്. മുസ്ലിങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങി പോരാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ബംഗ്ലാദേശിലത്തെ പോരാട്ടം കാണുമ്പോൾ, ഹിന്ദുക്കൾക്കെതിരെ നടത്തുന്ന ആക്രമണം കാണുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരും സ്വപ്നം കാണുന്നുണ്ടോ ബംഗ്ലാദേശിലെ പോലെ ഇന്ത്യയിലും നമ്മുടെ ഭാരതത്തിലും ഒരു കലാപം ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ നടത്തിയാലോ ആക്രമിച്ചാലോ എന്നൊക്കെ. നമ്മുടെ ഇന്ത്യയിലത്തെ കേരളത്തിലെ മുസ്ലിം തീവ്രവാദികളുടെ വാക്കുകൾ കടമെടുത്ത വിസ്മയത്തിൻ്റെ പോരാളികൾ ബംഗ്ലാദേശിൽ കാട്ടിക്കൂട്ടുന്ന ഈ നരഹത്യ, ഹിന്ദു നരഹത്യ, ഹിന്ദു വംശഹത്യ ഇവിടെ നമ്മുടെ ഭാരതത്തിലും പരീക്ഷിക്കാമെന്നുള്ളൊരു ധാരണ ഉണ്ടോ അല്ലെങ്കിൽ ഒരു സ്വപ്നമുണ്ടോ? ഷെയ്ഖ് ഹസീനയെ, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കിയതുപോലെ, നാട് കടത്തിയതുപോലെ ഭാരതത്തിലെ സംഘപരിവാർ നേതാക്കളെ അങ്ങ് ഓടിച്ച് സ്ഥാനഭ്രഷ്ടരാക്കി പാർലമെന്റിൽ കയ്യേറി അവിടെ ഇരുന്ന് ഹുഡ്ക വലിച്ച് കാലിൻ്റെ മുകളിൽ കാലൊക്കെ കയറ്റിയിരിക്കാം എന്നുള്ളൊരു വ്യാമോഹം ഉണ്ടായിരിക്കും മനസ്സിൽ. അതുകൊണ്ടാണല്ലോ ബംഗ്ലാദേശിലെ പോലെ ഇന്ത്യയിലും ഒരു കലാപം ഉണ്ടാകുമെന്നും ആസന്നമായി മറ്റൊരു ഇന്ത്യ വിഭജനം ഭാരതം, ഇന്ത്യ കാണാൻ പോകുന്നതേയുള്ളൂ എന്നുള്ള ആഹ്വാനമൊക്കെ പറയുന്നത്. ഈ മുസ്ലിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുമെന്നും അവകാശത്തിന് വേണ്ടി പോരാടുമെന്നും ഇന്ത്യ മറ്റൊരു വിഭജനം കാണുമെന്നും ഒക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഒറ്റ കാരണമാണ്. വഖഫ് ബോർഡ് നിയമനത്തിൽ കേന്ദ്രം ഇടപെടുന്നു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. എന്താണ് വഖഫ് ബോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മൂവാറ്റുപുഴ നിർമ്മലഗിരി കോളേജ് അത് വഖഫ് ബോർഡ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് വഖഫ് ബോർഡിന്റെ സ്ഥലമാണ് അല്ലെങ്കിൽ കോളേജാണെന്ന് വഖഫ് കമ്മിറ്റിക്കാർ പറഞ്ഞാൽ അത് വഖഫ് ബോർഡിന്റെ കീഴിലുള്ളതായി. ഇനി അത് അങ്ങനെയല്ല എങ്കിൽ നിർമ്മലഗിരി കോളേജിലത്തെ ആ കോളേജിന്റെ ഉടമസ്ഥരും അതുപോലെ തന്നെ അതിൻ്റെ മറ്റു ആൾക്കാരും ഇത് ഞങ്ങളുടേതാണെന്ന് നിർമ്മലഗിരി കോളേജിലത്തെ ആൾക്കാർ തന്നെ തെളിയിക്കണം. അതാണ് ഈ നിയമം. എന്ത് നിയമമാണല്ലേ? ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു നിയമം. അത് നമ്മളതാണെന്ന് പറഞ്ഞാൽ നമ്മളതാണ്. ഇനി നമ്മളതല്ലേ എങ്കിൽ നമ്മൾ തന്നെ തെളിയിക്കണം. നല്ലൊരു നിയമമാണല്ലേ? നാണമില്ല ഇവർക്ക് കണ്ടവരുടെ സ്ഥലമൊക്കെ ഞമ്മൻ്റെതാണെന്ന് പറഞ്ഞിട്ട് കയ്യേറാൻ വേണ്ടി. അതിനൊരു തീരുമാനം ഉണ്ടാവണം. അതാണ് കേന്ദ്രം ഇപ്പം എടുത്തിരിക്കുന്ന തീരുമാനവും. ഭൂസ്വത്ത് കയ്യേറാൻ ഇവിടെ ആർക്കും അവകാശമില്ല, അധികാരമില്ല. അതിൽ ഒരു നിയന്ത്രണം ആവശ്യമാണ്, അത്യാവശ്യമാണ്. അതാണ് ഇപ്പം കേന്ദ്രം ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. ഞാനൊരു ദൈവവിശ്വാസിയാണ്, നിങ്ങളും ദൈവവിശ്വാസികളായിരിക്കാം. പക്ഷെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ആരാധനാലയത്തിൽ നിന്ന്, നമ്മുടെ അമ്പലത്തിൽ നിന്ന്, അല്ലെങ്കിൽ ചർച്ചിൽ നിന്ന്. ഇവരങ്ങനല്ല. ഇവരെ എവിടെത്തിയോ അവിടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. റോഡിലായാലും ശരി, ബസ്സിലായാലും ശരി, തീവണ്ടിയിലായാലും ശരി, ഇനി ആകാശത്തിലായാലും ശരി, അവിടെ ഇരുന്ന് ഇവർ നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങും. അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. നമ്മൾ നിസ്കരിക്കുന്ന ഇടം അള്ളാഹുവിൻ്റെതാണ് എന്ന, അല്ലെങ്കിൽ നമ്മളോടത് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ മറ്റു മതസ്ഥരോട് ചൂണ്ടിക്കാണിക്കുന്ന പറഞ്ഞു തരുന്ന ഒരു ആശയം മാത്രമാണ് ഇവർ എത്തുന്നിടത്ത് നിന്ന് ഈ നിസ്കരിക്കുന്ന സമ്പ്രദായം. ഇനിയിപ്പോൾ ഇവർ എത്തുന്നിടത്തുനിന്ന് നിസ്കരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങൾ എന്തിനാ ഇങ്ങനെ പബ്ലിക്കായിട്ട് പൊതുയിടത്തു നിന്ന് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വർഗീയവാദിയെ, അവർ ദൈവനിഷേധിയെ. ഈ കാണിക്കുന്നതൊക്കെ നിഷേധമാണ്. ഈ സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഇവർ ഈ നിസ്കരിക്കുകയൊക്കെ ചെയ്യുക ചില ആൾക്കാർ. അതിന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ വർഗീയവാദിയാണ്. എന്ത് നല്ല മതേതരത്വം അല്ലേ? ഈ വഖഫ് ബോർഡിനെ കുറിച്ച് ആദ്യമൊന്നും നമുക്ക് ആർക്കും വ്യക്തമായൊരു ധാരണയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മൂവാറ്റുപുഴ നിർമ്മലഗിരി കോളേജിലത്തെ പ്രശ്നങ്ങൾ വന്നപ്പോൾ പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പ്രതിഷേധിക്കുകയും കുറച്ച് മുസ്ലിം തീവ്രവാദി കുട്ടികളും പ്രതിഷേധിക്കുകയും അത് പ്രശ്നമായപ്പോൾ ഒരു കമന്റ് ഉണ്ടായിരുന്നു, നിർമ്മലഗിരി കോളേജ് വഖഫ് ബോർഡ് ഏറ്റെടുക്കണമെന്ന്. അപ്പോഴാണ് എല്ലാവരും ചിന്തിക്കുക, എന്താണ് വഖഫ് ബോർഡ്? പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം നിർമ്മലഗിരി കോളേജ് നൽകണമെന്ന് പറഞ്ഞ് പ്രശ്നമാക്കിയപ്പോഴും അടുത്ത കോളേജ് അധികൃതർ എടുത്ത തീരുമാനമല്ലേ, പറഞ്ഞ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ പോയി നിസ്കരിക്കുക, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സാഹചര്യം പള്ളി മഹൽ കമ്മിറ്റി തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അല്ലേ? അങ്ങനെയല്ലേ അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളുടേതായ ആരാധനാലയങ്ങളിൽ പോകണം. അല്ലാതെ മറ്റു മതസ്ഥരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? മറ്റൊരു വ്യക്തിയുടെ സ്വത്ത് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ആസ്തിയൊക്കെ പിടിച്ചെടുക്കാൻ ഭാരതത്തിലുള്ളത് ജനാധിപത്യമാണ്.
ഇവിടെ ഒരു ഭരണഘടനയുണ്ട്. അല്ലാണ്ട് ഭാരതത്തിൽ ഉള്ളത് നിങ്ങളുടെ മുസ്ലിങ്ങളുടെ ശരീഅത്ത് നിയമമല്ല. കണ്ടതെല്ലാം ഞമ്മൻ്റെതാണെന്ന് പറഞ്ഞ് കൈയടക്കി സ്വന്തമാക്കാൻ അതിനൊരു നിയന്ത്രണം അനിവാര്യമാണ്. ഈ കാലാകാലങ്ങളായിട്ട് ഗോറി മുതൽ ടിപ്പു വരെ നടത്തിയത് പിടിച്ചു പറയും മോഷണവും തന്നെയല്ലേ. അത് തന്നെയാണ് ഇപ്പോഴും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും പിടിച്ചു പറയും മോഷണവും കള്ളക്കടത്തും കൊലപാതകവും കലാപവും ഇതൊക്കെ തന്നെയാണ് ഇവർ അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അതിക്രമം കാണിക്കുമ്പോൾ പൊതുസമൂഹത്തിന് തന്നെ ഈ ഒരു മതം ഭീഷണിയാവുന്ന രീതിയാണ് കാണുന്നത്. അതിപ്പോ ലോകത്തിലെല്ലായിടത്തും അങ്ങനെയുണ്ട്. ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല. ഇപ്പൊ ബംഗ്ലാദേശിലായാലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനായാലും കുറച്ച് നാൾ മുന്നെയാണ് ഒമാനില് ഷിയ പള്ളിയിൽ സുന്നിക്കാർ പോയിട്ട് ബോംബിട്ട് തകർത്തത്. എത്ര ആൾക്കാർ മരിച്ചു. പാകിസ്ഥാനിൽ നടക്കുന്നത് ആ മതക്കാരനെ തന്നെ കൊല്ലുന്നു. ഇവരെവിടെ നോക്കിയാലും ദുരന്തങ്ങളാണ്. അവരുടെ ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നടക്കാത്തത് ഇന്ത്യയിൽ മാത്രമാണ്, ഭാരതത്തിൽ മാത്രമാണ്. അതിനൊരു കാരണമുണ്ട്. ഇതൊരു മതേതര രാഷ്ട്രം എന്ന് പറയുന്നു. മതേതര രാഷ്ട്രം എന്നല്ല, മതരാഷ്ട്രം തന്നെയാണ്. ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ഒരു സ്വതന്ത്ര സർക്കാരാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഈ കോപ്രായങ്ങൾ ഇവിടെ നടത്താൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഇവിടെയും നടത്തിയേനെ. ഇപ്പൊ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടിയാക്കി അവിടെ പാർലമെന്റിൽ കയറി കുടുക്കൊക്കെ വലിച്ച് അവരുടെ വീട് കയ്യേറി അവരുടെ ബ്രേസിയറും ഷഡ്ഡിയും അതുപോലെ തന്നെ ആ വീട്ടിലെ മറ്റ് സാധനങ്ങളൊക്കെ കൊള്ളയടിച്ചു പോകുന്ന ഈ ബംഗ്ലാദേശി മുസ്ലിം തീവ്രവാദികളെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ബാക്കിയൊക്കെ പോട്ടെ, വീട്ടിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകുന്ന സ്വാഭാവികമായിരിക്കും. ഒരു കലാപത്തിലുണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഈ ബ്രേസറും ഷഡ്ഡിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സമൂഹത്തെ എൻ്റെ പൊന്നു നമിച്ചു. ഇവന്മാരെ എവിടെ പോയാലും ആദ്യം കണ്ടുപിടിക്കുന്നത് തെരഞ്ഞുപിടിക്കുന്നത് സ്ത്രീകളെ അണ്ടർവിയറും ഷഡ്ഡിയും ഒക്കെ തന്നെയായിരിക്കും. കാരണം അത് വിട്ട് അവർക്കൊരു കളിയില്ല. അതുകൊണ്ടാണ് ശരിക്കും ബംഗ്ലാദേശിലെ ഈ പ്രതിഷേധത്തിൽ പ്രക്ഷോഭത്തിൽ ഇരകളായിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹൈന്ദവ സമൂഹമാണ്. അവിടെ ഉണ്ടായ പ്രതിഷേധം സംവരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ ഒരു പ്രതിഷേധത്തിലൂടെ അവർക്ക് കിട്ടേണ്ടുന്ന സംവരണം അവർ നേടിയെടുത്തു കഴിഞ്ഞു. എന്നിട്ടും ആ കലാപം നിർത്താതെ, ആ കലാപം അവസാനിപ്പിക്കാതെ, ആ കലാപത്തിന്റെ മറവിൽ ഹിന്ദു വംശഹത്യ നടത്തുന്നു എന്നതാണ് ഭീകരത. ഇങ്ങനൊരു കലാപത്തിൽ ഹിന്ദു വംശഹത്യ നടത്തുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ. അവരൊക്കെയും മുസ്ലിം തീവ്രവാദികളും മറുഭാഗത്ത് ന്യൂനപക്ഷക്കാരായ സനാതന ഹൈന്ദവ സമൂഹവും. ഇനി ഇതൊക്കെ കണ്ട് വഖഫ് ബോർഡിന്റെ മറവിൽ ഇന്ത്യയിൽ ഭാരതത്തിൽ ഒരു കലാപം സൃഷ്ടിക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ അത് സ്വപ്നത്തിൽ മാത്രം കണ്ടാൽ മതി. അല്ലാണ്ട് പ്രാവർത്തികമാക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നും സ്വപ്നം കാണുന്ന 72 ഹൂറിമാരും ഒഴുകുന്ന മദ്യപ്പഴവും ഒക്കെ നിങ്ങൾക്ക് വിഭാവനം ചെയ്ത് കിട്ടും ഭാരതത്തിൽ. ഓർക്കുക, ഭരണമില്ലാത്ത MP-മാരില്ലാത്ത MLA-മാരില്ലാത്ത മെമ്പർമാർ പോലും ഇല്ലാത്ത ഒരു കാലത്ത് നിങ്ങൾ ഹൈന്ദവർക്കെതിരെ ഹിന്ദുക്കൾക്കെതിരെ വംശഹത്യ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ കിട്ടിയ തിരിച്ചടികളുടെ ഭീകരത എത്രമാത്രമാണെന്ന് നിങ്ങൾ ഓർക്കുന്നതെന്നായിരിക്കും. കാലം ഒരുപാട് മാറി. ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്, ഇന്ത്യ ഭരിക്കുന്നത്, ഭാരതം ഭരിക്കുന്നത് സംഘപരിവാറിൻ്റെ ആൾക്കാർ തന്നെയാണ്. ഭാരതത്തിലെ സിംഹഭാഗം സ്റ്റേറ്റും ഭരിക്കുന്നതും സംഘപരിവാറിൻ്റെ കീഴിലുള്ള ആൾക്കാരാണ്. ഓർക്കുക, ഒരു കലാപം ഉണ്ടായാൽ ഒരുപാട് സമയമൊന്നും എടുക്കാതെ ആ കലാപത്തെ അടിച്ചമർത്താൻ ഇന്ത്യ ഭരിക്കുന്ന, ഭാരതം ഭരിക്കുന്ന സർക്കാരിനറിയാം. ഒരു കലാപം ഉണ്ടാക്കാൻ, ഒരു പ്രശ്നമുണ്ടാക്കാൻ വേഗം കഴിയും. അതിൻ്റെ തിരിച്ചടി ഭയാനകമായിരിക്കും. അത് ഇന്നല്ല എപ്പോഴായാലും അങ്ങനെ തന്നെയാണ്. ഭാരതത്തിൽ ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളെയും ഒന്നുകിൽ മതം മാറുക, അല്ലെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ ജസിയ കൊടുക്കുക എന്നുള്ള നിങ്ങളുടെ ആ ഒരു ആശയം ഭാരതത്തിൽ നടപ്പില്ല. ഗോറി മുതൽ ടിപ്പു വരെ നോക്കിയിട്ട് നടക്കാത്ത ഒരു സംഭവമാണത്. അപ്പോൾ മര്യാദക്ക് ജീവിച്ചാൽ ഭാരതത്തിൽ എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാം. അത്രേ പറയാനുള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്.